കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ ഡിസംബർ 31 അർദ്ധരാത്രി നമ്മൾ 2024 വിട്ട് 2025 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇവിടെ വന്നത്. 2024 പരാജയം, തോൽവി 2025 ആവർത്തിക്കണമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ, ആഗ്രഹം? ആരും മനഃപൂർവ്വം നശിക്കണമെന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അതെ നശിക്കാൻ വേണ്ടി അല്ല ആദ്യമൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അബദ്ധങ്ങളും പരിജ്ഞാനക്കേടുകളും അറിവില്ലായ്മകളും പരിചയമില്ലായ്മകളും ഒക്കെയാണ് അതിൻ്റെ കാരണമായിട്ട് വരാറുള്ളത്. നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ പല സ്വഭാവക്കാർ, പല പ്രകൃതക്കാർ, ഏതെല്ലാം തലത്തിൽ പലർക്കുണ്ടായ പരാജയങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ തകർച്ച, വിവാഹമോചനം, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതിനകത്തെ മൂല്യശോഷണം, കൂടാതെ ഭരണ മണ്ഡലങ്ങളിൽ വരുന്ന പല നന്മയോ തിന്മയോ നമ്മുടെ മുൻപിൽപ്പെട്ടത് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപകട മരണങ്ങൾ, അതിന് പിൻപിലെ കാരണങ്ങൾ, പല ആളുകളും സാമ്പത്തിക തട്ടിപ്പിനിടയായത്, ആത്മഹത്യക്ക് വിധേയരായത്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിൻപിൽ ആരാണ്, എന്താണ്? ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങളാകാം. പക്ഷേ സ്വന്തമായ അവനവൻ്റെ ഭാഗത്തെ തെറ്റുകൾ അതിനകത്തില്ല എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരിയായ ഒരു ദിശാബോധത്തോട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വബോധം, ചുമതലാബോധം അവരവർക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യത്തിൻ്റെ ജീവിതത്തിന് നിലനിൽപ്പിനും നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുപണിക്കും വളർച്ചയ്ക്കും വേണ്ടി നമ്മളാണ് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ താങ്കളുടേതായ ബിസിനസ് മണ്ഡലങ്ങളിലാണെങ്കിൽ ഉണ്ടായ പരാജയം, അതിന് കാരണം എന്താണ്? ജോലിസ്ഥാനത്ത് താന് മുൻപോട്ട് പോകാൻ കഴിയാതിരുന്ന താങ്കളുടെ ഭാഗത്തെ വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്? അത് താങ്കളുടേതായ ഭൗതികമായ പുരോഗതിയിൽ പെട്ടെന്നുണ്ടായ മാന്ദ്യം, അതിൻ്റെ പിൻപിലെ കാരണം എന്താണ്? താൻ സാമ്പത്തികമായി തകർന്നു പോയതിൻ്റെ പിൻപിൽ താങ്കളുടെ ഭാഗത്തുണ്ടായ തെറ്റെന്താണ്? ദാമ്പത്യ ജീവിതത്തിൽ താങ്കൾക്കുണ്ടായ അസംതൃഷ്ടിയും അസംതൃപ്തിയും അതേ അസമാധാനത്തിൻ്റെയും കാരണങ്ങൾ എന്താണ്? അതിനകത്ത് താങ്കളുടെ ഭാഗത്തെ തെറ്റെന്താണ്? തലമുറ വഴിതെറ്റിപ്പോയതിൻ്റെ പിൻപിൽ ഒരുപക്ഷെ തലമുറയുടെ ഭാഗത്തെ തെറ്റും കാണാം. പക്ഷേ മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്തെ വീഴ്ച എന്താണ്? ഇതെല്ലാം നമ്മൾ സ്വയമായി മനസ്സിലാക്കണം.
നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. അതിനകത്തുണ്ടായ ജയപരാജയങ്ങളെല്ലാം നമ്മൾ കാണുകയാണ്. നമ്മൾ തന്നെ പലരെയും വിലയിരുത്താറുണ്ട്. ആ വിലയിരുത്തലുകൾ അവനവൻ്റെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലെ പരാജയത്തിലും വ്യക്തിപരമായ കെട്ടുപണിയിലെ ഉണ്ടായ പരാജയത്തിലും അവനവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ ഒറ്റപ്പെടാനുള്ള കാരണത്തിൽ അവനവൻ്റെ കാരണങ്ങളും അവനവനെക്കുറിച്ച് അവനവൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കേണ്ട സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ അവിടെ താങ്കളുടെ ജീവിതത്തിൽ അധപ്പതനമല്ലാതെ ഉയർച്ച ഉണ്ടാവില്ല. നമ്മൾ പലരെയും അകറ്റി നിർത്തേണ്ട സ്ഥാനത്ത് അകറ്റി നിർത്തി ഉൾക്കൊള്ളേണ്ടവരാരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ പന്താവിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മളെ നോക്കി ചിരിക്കുകയും കാര്യം പറയുകയും സ്നേഹം നടിക്കുകയും ചെയ്യുന്ന പലരും താങ്കളുടെ ജീവിതത്തിൻ്റെ അടിയന്തരമായൊരു പ്രശ്നം നേരിടുമ്പോൾ അവിടെ അവരെ ആരെയും കാണുകയില്ല, അവരുടെ അഡ്രസ്സ് പോലും കാണുകയില്ല, അവരെവിടാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതേ നമ്മുടെ ജീവിതത്തിൽ പല നന്മകളുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ, ശ്രേഷ്ഠതകളുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി പലരും വരും. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഇവരാരും നമുക്ക് കാണുകയില്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് 2025 എങ്ങനെ ആയിരിക്കണം, എപ്രകാരമായിരിക്കണം, ഏത് നിലയിലായിരിക്കണം എന്നുള്ളത് അവനവന് ഒരു കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് തീരുമാനമെടുക്കണം. നമ്മൾ പലതിനും പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. പലരും പറയും പരാജയം വിജയത്തിൻ്റെ ചുവട്ടുപടിയാണെന്ന്. ശരിയാ, പരാജയം വന്നവർ പരാജയത്തിൻ്റെ കാരണങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനെ തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോയാൽ പഴയ പരാജയങ്ങളെ അതിജീവിച്ച് ഉയർച്ചയുടെ പന്താവിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ പരാജയ വിജയത്തിന് ചുവട്ടിയാടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ച താഴ്ചകളിൽ നിന്നും രക്ഷപ്പെട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ്റെ സന്മനസ്സില്ലെങ്കിൽ എന്നും താങ്കൾ ഒരേ അവസ്ഥയിൽ തന്നെയായിരിക്കും, താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. 2025 താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? 2025 താങ്കൾ എന്ത് മനോഭാവത്തോടാണ് പ്രവേശിക്കുന്നത്? ഈ ലോകത്തിൽ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നതൊക്കെ അവരവരുടെ ജീവിതത്തിൽ നിന്നാണ്. നമ്മൾ സ്വീകരിക്കേണ്ടവ ഏതെന്നും സ്വീകരിക്കേണ്ടാത്തവ ഏതെന്നും മാറ്റി നിർത്തേണ്ടവർ എങ്ങനെയുള്ളവരാണെന്നും സ്വീകരിക്കേണ്ടവർ എങ്ങനെയുള്ളവരാണെന്നും നാം തിരിച്ചറിയണം. തങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വശം അന്വേഷിച്ച് അവയെക്കുറിച്ച് പഠിച്ച് തിരിച്ചറിവ് പ്രാപിച്ചു വേണം ഒരു തിരഞ്ഞെടുപ്പിന് മുതിരാൻ, ഒരു തീരുമാനത്തിന് മുതിരാൻ. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് ഹേതുവായി ഏതെങ്കിലും കാര്യം ചെയ്താൽ ആ ആൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരുപക്ഷെ നമ്മെ കൊണ്ടുപോയി കുഴി ചാടിക്കാനായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. എല്ലാവരെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചോ പുരോഗതിയെക്കുറിച്ചോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. അവരുമായിട്ട് അടുത്ത് ഇടപെട്ട് അവിടുന്ന് എന്തെങ്കിലും നമുക്കൊരു കൗൺസിലിംഗ്, ഒരു ആലോചനക്കിടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മെ എങ്ങനെ കുഴിച്ചാടിക്കാം എന്നുള്ളവനിൽ നിന്നാണ് നമ്മൾ അങ്ങനെ പ്രാപിക്കാൻ നിന്നെങ്കിൽ ജീവിതം കട്ടപ്പുകയായി മാറാനിടയായി തീരും.
2025 ദൈവസന്നിധിയിൽ നല്ല തീരുമാനത്തോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിൽ ഒരു നല്ല ജീവിതത്തിനായിട്ടുള്ളൊരു ഉടമ്പടിയോടും കൂടെ പ്രവേശിക്കാം. ആത്മജീവിതം ചിട്ടയായും ക്രമീകരണമായും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ചിട്ടയായും ക്രമീകരണത്തിലേക്കും വരും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളർച്ച പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറേണ്ടത് എങ്ങനെയാണ്? ദൈവ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവവചനവുമായുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? അതിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇവയെക്കുറിച്ചുള്ള ആകമാനമുള്ള നമ്മുടെ തിരിച്ചറിവും അതിനുവേണ്ടിയുള്ള നമ്മുടെ സമർപ്പണവും മുന്നേറ്റവുമാണ് ജീവിതത്തിൽ പരാജയങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വിജയത്തിലേക്ക് പോകുവാൻ കാരണമാകുന്ന നമ്മുടെ ഹൃദയത്തിന് അടിത്തറയുണ്ടാക്കുന്ന കാര്യം. ഇവന്നെ പറഞ്ഞുകൊണ്ട് അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പലരുടെയും ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന രീതിയിൽ അവനവൻ്റെ പോഷത്വം, അവനവൻ്റെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ വരുന്നതായ അതിൽ നിന്ന് വരുന്ന അപാകതകൾ നോക്കണേ. പലരും ആത്മഹത്യയിലേക്ക് പോയി. എന്താ? അവരുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവർക്ക് കൈകാര്യം ചെയ്ത കാര്യം, അവരുടെ ജീവിതത്തിൽ എടുത്ത കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ നടുവിൽ അവിടെ എടുത്ത തീരുമാനം, അതെല്ലാം ഒടുവിൽ എന്നും എത്താത്ത നിലയിൽ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി. പിന്നെ ആത്മഹത്യ എന്നുള്ള ചിന്താഗതിയിലേക്ക് അവർ മാറി. മനസ്സിലാക്കണം, ജീവിപ്പാനൊരു അവസരം, പിന്നെ രണ്ടാമതൊരവസരം ഈ ഭൂമി കിട്ടത്തില്ല. ആ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് നാം ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവകൽപ്പന പ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചാൽ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും, ബുദ്ധി പറഞ്ഞു തരും, വിവേകം പറഞ്ഞു തരും. അനുഗ്രഹത്തിൻ്റെ മേഖലകളിലേക്കല്ലാതെ നാം താഴോട്ട് പോവുകയില്ല. അതുകൊണ്ട് നന്നായി വരട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. എല്ലാ മംഗളങ്ങളും ആശംസ കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.